നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓണത്തിന് ക്ഷേമത്തെയായി 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് 1000 രൂപ ലഭിക്കുന്നതിനെക്കുറിച്ചും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചുവപ്പിലേക്ക് മാറാനുള്ള അവസരം കൂടിയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓണത്തിനുള്ള പെൻഷനെ കുറിച്ചാണ്. ഈ മാസം 2 ഗഡുക്കളായിട്ടുള്ള പെൻഷൻ ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനായ 1600 രൂപയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുടിശ്ശികയായിട്ടുള്ള 1600 രൂപയും കൂടി 3200 രൂപ അവരുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. ഓണത്തിന് മുമ്പായി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലും കൈകളിലും പണം എത്തിക്കാൻ ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം വരുന്നതാണ്. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. 24-ാം തീയതി വരെ മാത്രമാണ് മസ്റ്ററിങ്ങിന് കാലാവധിയുള്ളത്. അതിനുമുമ്പായി തന്നെ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ ശരിയാണെങ്കിൽ മസ്റ്ററിംഗ് തീയതി നീട്ടില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്കായിരിക്കും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ ലഭിക്കുക. 2 ഗഡുക്കളുള്ള പെൻഷനായിരിക്കും അവർക്ക് ലഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കാൻ പോകുന്നത് റേഷൻ കാർഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഒട്ടുമിക്ക സമയത്തും നമ്മൾ വാടക താമസിക്കുന്ന ആളുകളായാലും ശരി, അതല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ താമസിക്കുന്ന ആളുകളായാലും ശരി, ആരപേക്ഷിച്ച് കഴിഞ്ഞാലും അവർക്ക് വെള്ള റേഷൻ കാർഡുകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. സർക്കാരിൻ്റെ കണക്കനുസരിച്ചുള്ള ആളുകൾ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും വെള്ള കാർഡ് മാത്രമാണ് അന്ന് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സർക്കാർ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളെ വീട്ടിൽ കയറുള്ള അന്വേഷണവും റേഷൻ കടകളുടെ വഴിയുള്ള അന്വേഷണത്തിലും ഒരുപാട് ആളുകൾ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഭീമമായ ഫൈനും നൽകി അവരെ വെള്ള കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിന് കുറവുള്ള 1000 സ്ക്വയർ ഫീറ്റിന് കുറവുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേരിൽ വാഹനം ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ കുടുംബത്തിനൊന്നാകെ 1 ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാകാൻ പാടില്ല. 2015-16 പുറത്തിറക്കിയ ഒരു BP ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാവണം. അങ്ങനെ ലിസ്റ്റിൽ പേരുള്ള ആളുകളാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നമുക്കൊരു സത്യാമൂലം ലഭിക്കും. ആ സത്യാമൂലം ഇതിനെ കൂടെ ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ കുടുംബനാഥ വിധവയാണെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്നതിൻ്റെ റെസിപ്റ്റോ മറ്റു കാര്യങ്ങളോ ഹാജരാക്കുക. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകൾ, അസുഖമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. എന്നീ എല്ലാ കാര്യങ്ങളും വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ നമ്മൾ വെക്കേണ്ടതുണ്ട്. പിന്നീട് സപ്ലൈ ഓഫീസർ നേരിട്ട് നിങ്ങളുടെ ഒരു അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിന് ശേഷം നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡുകൾ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിലായി അപേക്ഷിച്ച് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സഹായങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അനർഹമായിട്ടാണ് നമ്മൾ റേഷൻ സാധനങ്ങളായാലും ശരി, പെൻഷനായാലും ശരി നമ്മൾ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ എന്ന് മുതലാണോ നമുക്കത് അനർഹമായിട്ട് കൈപ്പറ്റാൻ തുടങ്ങിയത് അന്ന് മുതലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. സാധനത്തിൻ്റെ വിലയും ഫൈനും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കാൻ പോകുന്നത് 60 വയസ്സിന് മുകളിലുള്ള പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള സഹായത്തെക്കുറിച്ചാണ്. 1000 രൂപയായിരിക്കും അവർക്ക് ഉത്സവ ഭത്തയായി ലഭിക്കുക. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമെടുത്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഓണത്തിന് മുമ്പായി തന്നെ അവരുടെ പെൻഷന് പുറമെ അവർക്ക് ഒരു 1000 രൂപ ധനസഹായം കൂടി ലഭിക്കുന്നതാണ്. ഇത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കും പെൻഷൻ മുടങ്ങിയ ആളുകൾക്കുമെല്ലാം ഈ ഒരു 1000 രൂപ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.